രാജേന്ദ്രൻ, PV അൻവർ വീണ്ടും ജയിലിലായി അല്ലേ? വീണ്ടും ജയിലിലാന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മുടെ നിയമപാലകരുമായിട്ടൊക്കെ തന്നെ വലിയ പോർവിളിയൊക്കെ നടന്നുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഈ വനം വകുപ്പിനെ തന്നെ കയറി അറ്റാക്ക് ചെയ്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുമുതൽ നശിപ്പിക്കുന്ന ഒരേർപ്പാടാണ് ചെയ്തിരിക്കുന്നത്. ഇത് അറിഞ്ഞുകൊണ്ട് ചെയ്ത ഒന്നല്ലേ? പിന്നല്ലാതെ ഇദ്ദേഹം ഒരു അരാജകവാദിയാണെന്നുള്ളത് നിഷ്പ്രയാസം പറയാവുന്ന കാര്യമാണ്. അദ്ദേഹം ഒരു അവധി ദിവസമായിരുന്നു. പൂട്ടിക്കിടക്കുന്ന വനം ഓഫീസിനകത്തേക്ക്, ഫോറസ്റ്റ് ഓഫീസിനകത്തേക്ക്, നിലമ്പൂർ ഫോറസ്റ്റ് ഓഫീസിനുള്ളിലേക്ക് തള്ളിക്കയറി അതിൻ്റെ പൂട്ട് പൊളിച്ചിട്ട്, ജീവനക്കാരൊന്നുമില്ല, പുറത്തു നിന്ന വനപാലകരുണ്ട്, കാട്ടിലെപ്പോഴും ഉള്ള വനപാലകർ, അവർ തടയാൻ ശ്രമിച്ചിട്ട് തൻ്റെ ഗുണ്ടാ സംഘത്തെ കൊണ്ട് അത് തല്ലി തകർത്ത് അവരെ അക്രമാസക്തരായി. അതോടുകൂടി വനപാലകർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. MLA അല്ലേ, അപ്പോൾ MLA അല്ലേ, അപ്പോൾ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെയല്ല, ഒരു പേര് കേട്ട MLA കൂടാണ്. അതെ, കുപ്രസിദ്ധനായ MLA. അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് പ്രശ്നമായി കഴിഞ്ഞാൽ ഉത്തരവാദിത്വം മുകളിലുള്ള ആരും ഏറ്റെടുക്കില്ല. ഇത് എഴുതി കൊടുക്കുന്നില്ല എന്ത് ചെയ്യണമെന്ന്, വാക്കാൽ ഉത്തരവേ ഉള്ളൂ, അതിന് പ്രാബല്യമില്ല. അപ്പോൾ കോടതിയിൽ ചെന്ന് കഴിയുമ്പോൾ MLA ആക്രമിച്ചു എന്ന് പറഞ്ഞ് കേസ് പോയി കഴിഞ്ഞാൽ പാവം വനപാലകരുടെ കാര്യം അവർക്ക് ജയിലിൽ പോകേണ്ടി വരും. ഇപ്പോൾ അൻവർ പോയി. അപ്പോൾ അതുകൊണ്ട് അവർ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. എന്തായാലും തകർത്തതിൻ്റെ പിറ്റേ ദിവസം PV അൻവറിൻ്റെ വീട് വളഞ്ഞു. അവിടെ ഒരു നാടകമൊക്കെ നടന്നു, വലിയ തോതിൽ ഒരു നാടകമൊക്കെ നടത്തി. 2 മണിക്കൂറാണ് പോലീസുകാരെ 2 മണിക്കൂർ വെളിയിൽ നിർത്തി. അദ്ദേഹം ഫോൺ വിളിയാണ്. അപ്പോൾ താൻ MLA അല്ലേ, അതിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് വക്കീലന്മാരുമായിട്ട് കൺസൾട്ടേഷന്, പോലീസ് അറസ്റ്റ് ചെയ്താൽ ഞാൻ അറസ്റ്റിന് കീഴടങ്ങണം, പൊതുമുതൽ നശിപ്പിച്ച് നാശമാക്കിയതിന് ശേഷം. അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിന് ഇതുപോലൊക്കെ ഒന്ന് ഷൈൻ ചെയ്യണം. കേരള രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിൻ്റെ ആ വാതിലുകൾ അടഞ്ഞുപോയി. അദ്ദേഹത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല എന്ന് ഈ ഉപതെരഞ്ഞെടുപ്പുകൾ ഞാൻ മുമ്പേ പ്രവചിച്ചതുപോലെ തന്നെ തെളിയിച്ചു കഴിഞ്ഞു. ഏതെങ്കിലും ഒരു പക്ഷം ചേരാതെ, UDF അല്ലെങ്കിൽ LDF നിൽക്കാതെ അൻവറായിട്ട് സ്വന്തമായിട്ടൊരു അസ്തിത്വമൊന്നും കൊടുക്കാൻ കേരള രാഷ്ട്രീയം തൽക്കാലം തയ്യാറാണ്. UDF ചേരുന്നതായിട്ടൊരു വർത്തമാനമുണ്ട്. ഞാൻ UDF ഏതെങ്കിലും ഒരു പക്ഷത്ത് അദ്ദേഹത്തിന് ചേരാതെ അദ്ദേഹം അല്ലെങ്കിൽ ആവിയായി പോവും, ശൂന്യമായി പോവും, പൂജ്യമായി പോവും, സമ്പൂജ്യനായി പോവും. അത് അറിയാത്ത ഒരേ ഒരു വ്യക്തി അദ്ദേഹമാണ്. പക്ഷേ UDF ചേർന്നാലും ഇപ്പോൾ LDF ഉണ്ടായിരുന്നല്ലോ ഏറെക്കാലം, ഈ വലിയൊരു സ്പേസ് കിട്ടാൻ സാധ്യതയുണ്ടോ അൻവർ? എവിടെ സ്പേസ്? അദ്ദേഹത്തിന് അതല്ലേ പിന്നെ അവിടെ പാലക്കാട്ട് നിന്ന് നിങ്ങൾ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുക, പകരം ഞാൻ നിങ്ങളെ മറ്റേ K. രാധാകൃഷ്ണൻ്റെ മണ്ഡലം ഉണ്ടല്ലോ, ആലത്തൂര് അതോ ചേലക്കര ആലത്തൂർ പാർലമെന്റ് മണ്ഡലം, ഇത് ചേലക്കര അസംബ്ലി മണ്ഡലത്തിൽ നിങ്ങൾ സഹായിക്കാം എന്നൊക്കെ വാഗ്ദാനമൊക്കെ നൽകിയതാണ്. പോയി പണി നോക്കാൻ പറഞ്ഞു VD സതീശൻ. ഈ തമാശയൊന്നും ഇങ്ങോട്ട് വേണ്ട എന്ന് പറഞ്ഞു. ഇപ്പം ഞങ്ങൾ നോക്കട്ടെ, വയനാട്ടിൽ പ്രിയങ്ക അദ്ദേഹത്തിൻ്റെ സഹായമില്ലാതെ ജയിക്കുമെന്ന്. വൻ ഭൂരിപക്ഷത്തിൽ അവർ ജയിക്കുകയും ചെയ്തു. അതോട് 5000 വോട്ട് കിട്ടി. നോട്ടൊക്കെ കിട്ടുന്ന പോലെ വോട്ട് അദ്ദേഹത്തിന് കിട്ടി കൂടെ നിന്ന്. പക്ഷെ അതൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യമല്ലേ 5000? സ്വതന്ത്രന്മാരായിട്ട് നിന്നാലും കുറേ പേർക്ക് 5000 കിട്ടുമല്ലോ. അത് അല്ല പുള്ളി വിചാരിച്ചത്. ആ സീറ്റ് അങ്ങ് പിടിച്ചെടുക്കാം ഒറ്റയ്ക്ക് നിന്ന്. DMK എന്ന് പറയുന്ന പേരൊക്കെ ഉണ്ടാക്കി അദ്ദേഹം ഉദ്ദേശിച്ച് വലിയ വലിയ പുളിങ്കൊമ്പുകളാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. DMK, MK സ്റ്റാലിനുമായിട്ട് ചേർന്നൊരു DMK ഉണ്ടാക്കി കളയാം, അവരുമായിട്ടൊരു സഖ്യം, ഇതൊക്കെയാണ് ഉദ്ദേശിച്ചത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സ്റ്റാലിൻ പറഞ്ഞു പോയി പണി നോക്കിക്കൂ, പിണറായി വിജയനെ പിണക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞങ്ങ് വിട്ടു. അതോടുകൂടി പിന്നെ ഇവിടെ കുറച്ച് ഈ വിപ്ലവം വരുത്താൻ വേണ്ടി എങ്ങനെയും കേരളത്തെ ഒന്ന്, ഇന്ത്യയെ തന്നെ നശിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറേ അരാജകവാദികളുണ്ടല്ലോ, അവർ മാത്രമായി അത് എന്തിനേയും എതിർക്കുക, നശിപ്പിക്കുക, എന്തിലും ദോഷം കാണുക. പോലീസിന് കുഴപ്പം, എല്ലാവർക്കും കുഴപ്പമെന്ന് കാണും. ഇവരാണ് ഇതിലൊക്കെ വലിയ കുഴപ്പക്കാർ. സ്വർണ്ണക്കടത്തിന് കൂട്ടു നിന്നവരാണിത്. അത് പൊളിച്ചു കൊടുത്തു നമ്മുടെ നേരത്തെ ഉണ്ടായിരുന്ന അജിത് കുമാർ. അത് പൊളിച്ചു കൊടുത്തപ്പോഴാണ് അദ്ദേഹത്തിനോടുള്ള ദേഷ്യം വന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന് പ്രൊമോഷനും കിട്ടി. അപ്പോൾ അത് പറഞ്ഞ കാര്യങ്ങളെല്ലാം പൊളിഞ്ഞു, അൻവറിൻ്റെ ഉദ്ദേശങ്ങളെല്ലാം നടന്നു. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് പിന്നെ P. ശശിയും അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടെ ചേർന്ന് തന്നെ അറസ്റ്റ് ചെയ്ത്. ഇദ്ദേഹം അത്രയൊന്നും തന്നെക്കുറിച്ച് അത്രയും ഈ P. ശശിയുടെ പേര് പറഞ്ഞാൽ എല്ലാവരും വിശ്വസിക്കും. അല്ല, ഇവിടെ അതിന് പ്രസക്തിയില്ല. P. ശശിയൊന്നും വേണ്ട. ഇതിന് ഫോറസ്റ്റ് ഓഫീസർമാർ തന്നെ അവർ പരാതി കൊടുത്താൽ മതി, അത്രയും ആവശ്യമുള്ളൂ. അവിടെ കാണിച്ചിരിക്കുന്നത് നഗ്നമായിട്ടുള്ള നിയമലംഘനമാണ്. പബ്ലിക് ഓഫീസ് നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും അനങ്ങാതിരിക്കും. പബ്ലിക് ഓഫീസ് നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ P. ശശിയുടെയോ മുഖ്യമന്ത്രിയുടെയോ ഒന്നും ആവശ്യമില്ല, അതിൻ്റെ ആവശ്യമില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ വളഞ്ഞിട്ട് ആക്രമിച്ചത് അത് മുഖ്യമന്ത്രിയും P. ശശിയും ഒക്കെ അറിഞ്ഞുകൊണ്ടായിരിക്കും, അത് രാഷ്ട്രീയമായ നടപടിയായിരുന്നു. പക്ഷേ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. നഗ്നമായിട്ടുള്ള നിയമലംഘനം നടന്നിരിക്കുകയാണ്. ഏത് കോടതിക്കും അത് ബോധ്യമാവും, ഏത് കോടതിക്കും ബോധ്യമാവും. അതുകൊണ്ടാണ് കോടതി 14 ദിവസത്തെ ഇദ്ദേഹത്തിനെ വെറുതെ വിടുകയല്ലല്ലോ ചെയ്തത്, റിമാൻഡിൽ വെച്ചിരിക്കുകയാണ്. ഞാൻ ജാമ്യമൊന്നും എടുക്കില്ല എന്നും പറഞ്ഞൊരു വാശി കാണിക്കുക.
അപ്പോൾ അങ്ങനെ പ്രസക്തനായിട്ട് ജീവിതമൊക്കെ നയിച്ച് ഒരു ഇരവാദം ഉന്നയിച്ച് ഒരു രക്തസാക്ഷിയായിക്കൊണ്ട് ആ പ്രസക്തനാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് 2 മണിക്കൂർ നാടകത്തിന് ശേഷം അദ്ദേഹം നടത്തിയിരിക്കുന്നത്. പക്ഷേ ഇതിലെ ഏറ്റവും പ്രധാനമായ പ്രശ്നം ഈ പറഞ്ഞ പോലെ ഒരു ആദിവാസി മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് നാടുവാസിയൊന്നുമല്ല, നാടിൽ നിന്നും ഈ വനം കയ്യേറി താമസിച്ച ആളല്ല, കാട്ടിനുള്ളിൽ തന്നെ ഒരു വ്യക്തി, കാടിൻ്റെ മക്കൾ തന്നെ. അതെ, കാടിൻ്റെ ആനയുടെ അതുപോലെ ചൂടും വെക്കാൻ തിരിച്ചറിയുന്ന വനപാലകരെ അത് തിരിച്ചറിയിപ്പിക്കുന്ന, ആന വരുന്നുണ്ടെന്ന് വനപാലകരോട് പോലും പറയാൻ ഉള്ള ജൈവ ബന്ധം കാടുമായിട്ടുള്ള ഒരാൾ മരിച്ചിരിക്കുന്നു. 35 വയസ്സുള്ള ബാബു എന്ന് പറയുന്ന പാവപ്പെട്ടവൻ പുറത്തേക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ അപ്പോൾ ഈ കാടും ആ കാടറിവുകളും എല്ലാം നമ്മുടെ ആദിവാസികൾക്ക് നഷ്ടപ്പെടുന്നു. ആ ജൈവബന്ധത്തിൻ്റെ കണ്ണികൾ ദുർബലമായി തീരുന്നു എന്നൊക്കെയുള്ള ആശങ്കകൾ വരികയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ ഈ ആനത്താരകൾ എന്ന് പറയുന്ന ആനയുടെ പരമ്പരാഗതമായിട്ടുള്ള വഴികളിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വരുന്ന ആൾക്കാരെ കൊല്ലുന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാവുന്ന. അല്ല, ആ വിഷയത്തിൽ PV അൻവറിന് ആദിവാസിയോടുള്ള ഒരു വൈകാരികത കൊണ്ടാണോ ഇവിടെ ഇത്തരത്തിലുള്ള അക്രമം കാട്ടിയത്, അതോ അത് വേറെ തരത്തിലങ്ങ് മാറി? ഒരു അവസരം കാത്തിരിക്കുകയായിരുന്നു. പിണറായിയോടുള്ള ശത്രുത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഒരു വിഭാഗം, നല്ല വിഭാഗം ജനങ്ങൾക്കുണ്ട്, പല കാര്യങ്ങൾക്കുണ്ട്. അപ്പോൾ അതങ്ങ് മുതലെടുത്ത് കളയാം ഇതിൻ്റെ കെയർ ഓഫിൽ എന്ന് വിചാരിച്ച് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അതുപോലെ P ശശിയോടെയും വിരോധം നല്ലൊരു വിഭാഗത്തിന് ഈ പറയുന്ന അത്രയും കാര്യങ്ങളൊന്നും കാണത്തില്ലെങ്കിലും കുറച്ച് കാര്യങ്ങൾ ശരിയാവാതെയും തരമില്ല. ഈ പറയുന്നവർ സ്വന്തം കാര്യങ്ങൾ നടക്കാതെ വരുമ്പോഴും ആഗ്രഹങ്ങൾ സാധിക്കാതെ വരുമ്പോഴും ഇതൊക്കെ അങ്ങ് ഊതിപ്പെരിപ്പിച്ച് കാണിക്കുക. പക്ഷേ കുറച്ച് സത്യങ്ങളും കാണും. പക്ഷേ ഈ കേസിൽ ഇപ്പോൾ പിണറായിയോ അല്ലെങ്കിൽ P ശശിയോ ഒന്നും ഇടപെടേണ്ട ആവശ്യമേ ഇല്ല. ഇതൊരു നിയമലംഘന പ്രശ്നമാണ്, അതങ്ങനെ വിട്ടാൽ പറ്റില്ല. എന്ന് മാത്രമല്ല, ഫോറസ്റ്റ് ഓഫീസിനുണ്ടായ നഷ്ടം അവരെഴുതി കൊടുക്കും, എസ്റ്റിമേറ്റ്. ആ പണം മുഴുവൻ കൊടുക്കാൻ PV അൻവർ ബാധ്യസ്ഥനാണ്. ആ പണം മുഴുവൻ കൊടുക്കേണ്ടിയും വരും, ജയിലിൽ കിടക്കേണ്ടിയും വരും. അടിയും കൊണ്ടു പുളിയും കുടിച്ചു എന്ന് പറയുന്ന പോലെ ഒരു സ്ഥിതിയിലാണിപ്പോൾ അൻവർ പോകുന്നത്. ഇങ്ങനെയുള്ള ഗിമ്മിക്സ് കളിച്ചതുകൊണ്ടൊന്നും കേരള രാഷ്ട്രീയത്തിൽ പ്രസക്തനാവാൻ പറ്റില്ല. ഇതോടുകൂടി അദ്ദേഹം ഒരു ക്രിമിനലായിരിക്കുകയാണ്. ഇനിയിപ്പോൾ UDF LDF അദ്ദേഹത്തെ അടുപ്പിക്കുമോ? ഇവിടെ ക്രിമിനൽസ് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, ഇതൊരു ഭാരമാകുമോ എന്നൊരു വിചാരം കൂടി അവർക്ക് വരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും എന്നുള്ളത്? രാഷ്ട്രീയ ഭാവി കൂമ്പടഞ്ഞു എന്ന് തന്നെ പറയാം. കാരണം ഇപ്പം മുസ്ലിങ്ങളെ പ്രാതിനിധ്യത്തിന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗുണ്ട്, അല്ലെങ്കിൽ തന്നെ SDPI ഉണ്ട്, വെൽഫെയർ പാർട്ടിയുണ്ട്, പോപ്പുലർ ഫ്രണ്ട് മാത്രമേ ഇല്ലാതായിട്ടുള്ളൂ. അപ്പോൾ പിന്നെ ഒരു PV അൻവറിന് ഇവിടെ പ്രസക്തിയില്ല. അല്ല, LDFനോടൊപ്പം നിൽക്കുമ്പോഴേ ആ നിലമ്പൂരിലെ അതൊരു പെയ്ഡ് സീറ്റായിരുന്നു അല്ലേ? പെയ്ഡ് സീറ്റായിരുന്നു. അങ്ങനെ അതുപോലെ ഒരുപക്ഷെ UDFുമായിട്ടും അത്തരത്തിലൊരു നീക്കുപോക്ക് ഉണ്ടാക്കാം. തീർച്ചയായിട്ടും അങ്ങനെ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കിയാലും കൂടുതലായിട്ട് സീറ്റുകളൊന്നും കിട്ടാൻ പോകുന്നില്ല. അദ്ദേഹം വലിയൊരു ജയൻറ്റ് കില്ലറാണെന്നൊന്നും ആരും ഇപ്പോൾ കരുതുന്നുമില്ല. അന്നായിരുന്നു ആര്യാടൻ മുഹമ്മദിൻ്റെ മകനെ അന്ന് തോൽപ്പിക്കുക വഴി അദ്ദേഹത്തെ ഒരു ജയൻറ്റ് കില്ലറായിട്ടൊരു പരിവേഷം കൊടുത്തിരുന്നു. പക്ഷേ അതിൻ്റെ പിന്നിലും ചില അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണിപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. അതുകൊണ്ട് ആ പ്രസക്തി നഷ്ടപ്പെട്ടു. ഇപ്പോൾ അദ്ദേഹം ഒരു പ്രതിയായിട്ട് ജയിലിൽ കഴിയുകയാണ് എന്നുള്ളതാണ് സത്യം.